ഇതെന്താ വാട്സപ്പിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ? ഫോണിൽ ഗ്രൂപ്പായി നിറഞ്ഞിട്ടേ. മേഡം, പുതിയ ന്യൂസ് ഒന്നും കാണുന്നില്ലല്ലോ. മേഡം, എന്താ, എന്ത് വേണം? അത് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പോയിക്കോട്ടെ മേഡം. എന്താ പറഞ്ഞത്? പോയിക്കോട്ടെ എന്നോ? എവിടത്തേക്ക്? അല്ല മേഡം, ഇന്ന് കോളേജ് ഉള്ളതല്ലേ. കോളേജ് ഉണ്ടെന്നോ? നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ച പെണ്ണൊക്കെ കോളേജിൽ പോയിട്ട് എന്താക്കാനാ? അതല്ല, ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എനിക്ക് പോയിക്കൂടെ? നീ എന്താ പറഞ്ഞത്? ജോലിയൊക്കെ കഴിഞ്ഞെന്നോ? അതെ, ജോലിയൊക്കെ കഴിഞ്ഞു. രാത്രിയത്തേതും ഉച്ചക്കേത്തതും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മേഡം. എടി, അതുമാത്രമാണോ ഒരു വീട്ടിലെ ജോലി? അതല്ല മേഡം, കവിതാമ്മ പറഞ്ഞല്ലോ നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കോളേജിലേക്ക് പോടൂ എന്ന്. ഏട്ടത്തി അങ്ങനെ പലതും പറയും. അതു കേട്ടിട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ച പെണ്ണൊക്കെ എന്തിനായി പഠിക്കുന്നത്? നീ പഠിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. നീ എന്ത് വലിയ പഠിപ്പ് പഠിച്ചിട്ടും എന്താ? നിനക്ക് ഇവിടത്തെയൊക്കെ വീട്ടുജോലി ചെയ്യാനേ ഗതിയുള്ളൂ. നീ ഇട്ട ഡ്രസ്സ് തന്നെ നിനക്കൊന്ന് നോക്കറോ? ഇതുപോലും ഇവിടുത്തെ ഔദാര്യമല്ലേ? അല്ല മേഡം, ഇത് കവിതാമ്മ എനിക്ക് തന്നതാണ്. അത് മാത്രമല്ല, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ കോളേജാണ്. എന്റെ അച്ഛന് ഞാൻ വാക്ക് കൊടുത്തതാണ് ഞാൻ പഠിച്ച് വലിയൊരാളാകുമെന്ന്. അവളുടെ അച്ഛന് വാക്ക് കൊടുത്തത് പാലിക്കാൻ അവൾ പഠിച്ചു നേടിയതാ പോലും. സത്യമായിട്ടും മേഡം, ഞാൻ നല്ലോണം പഠിച്ചു നേടിയതാണ്. ഓ പിന്നെ, നീ ആർക്കെങ്കിലും നിന്റെ കയ്യും കാലും കാട്ടി നേടിയതായിരിക്കും. അതാണല്ലോ നിന്റെയും നിന്റെ അമ്മയുടെയും പണ്ടേയുള്ള പണി. മേഡം, അങ്ങനെയൊന്നും പറയരുത് മേഡം. ഞാൻ പറഞ്ഞതിലാണോ ഇപ്പം കുറ്റം? നീ നിൽക്കുന്ന വീടും സ്ഥലവും ഏതാ? എന്റെ ആങ്ങളെ പ്രബേട്ടന്റെ മുന്നിൽ കള്ളക്കണ്ണീർ വീഴ്ത്തി നേടിയതല്ലടി. എന്നിട്ട് അവൾ കള്ളക്കണ്ണീർ വീഴ്ത്തുന്നു. നിന്ന് കിണുങ്ങാതെ കേറിപ്പോടിയത്. അവളുടെ ഒരു കരച്ചല്. ദക്ഷണം കെട്ട ഓരോന്ന് കേറി വന്നോളൂ. എന്റെ ഫോണ് കാണുന്ന മൂടടക്കം പോയി. അവിടെ കിടക്കാർന്ന്. മോളെ സ്നേഹ, ഭാസ്കരേട്ടനോ? എന്താ ഭാസ്കരേട്ടാ? നീ കരയുകയാണോ മോളെ? ഏയ്, ഞാൻ കരയുന്നൊന്നുമില്ല ഭാസ്കരേട്ടാ. മോള് കള്ളം പറയണ്ട, ഞാൻ കണ്ടു നീ കരയുന്നത്. ഏയ്, അത് ഭാസ്കരേട്ടന് വെറുതെ തോന്നിയതാ. നിന്നെ കോളേജിൽ പോവാൻ വിട്ടില്ല അല്ലേ മേഡം? അത് പിന്നെ നമ്മളെ പോലെയുള്ള ജോലിക്കാർക്കൊക്കെ അവര് പറയുന്നത് അനുസരിക്കാനല്ലേ പറ്റൂ. അതൊന്നും സാരമില്ല ഭാസ്കരേട്ടാ. അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ ജോലിയുള്ളത് കൊണ്ടല്ലേ. ഞാനെല്ലാം കേട്ടിരുന്നു. ഈ ഇട്ട ഡ്രസ്സിനടക്കം അവർ പറഞ്ഞു അല്ലേ? ഏയ്, അതൊന്നും സാരമില്ല ഭാസ്കരേട്ടാ. അതെല്ലാം നമ്മുടെ ഒരു വിധി. ഞാൻ അതെല്ലാം അപ്പോഴേ മറന്നു. ഇവിടെ ഇന്ന് കവിതാമില്ലാത്തത് കൊണ്ടാ നിനക്ക് പോവാൻ പറ്റാതെയായത്. എടി സ്നേഹ, നിന്നെ അതെ വിളിക്കുന്നു മേഡം. ഇവളെ എന്താ വിളിച്ചിട്ട്? എടി സ്നേഹ, വരുന്നു മേഡം. എത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാ, പാവം. എന്താ, എന്തിനാ വിളിച്ചത്? ആ, ഞാൻ വിളിച്ചിരുന്നു. നീ ഇതൊന്നും കാണുന്നില്ലേ? ഈ തറയൊക്കെ ഒന്ന് നോക്ക്. ഇവിടെയൊക്കെ ആകെ അഴക്കായിട്ടാണുള്ളത്. നീ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യൂ. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോളാം. എന്നിട്ട് നീ ആ തൈലം എടുത്ത് എന്റെ കാലിൽ പുരട്ട്. എന്റെ കാലിന് വല്ലാണ്ട് വേദനയുണ്ട്. നിനക്കെന്റെ കാല് പിടിക്കാനും ഒരു ഭാഗ്യം ഇരിക്കട്ടെ. ഈ പുത്തൻ പാലസിലുള്ളവരുടെ കാലിലൊക്കെ മരുന്ന് പുരട്ടുന്നത് ഞാൻ ഭാഗ്യമായി തന്നെയാണ് കാണുന്നത്. ഓ, നീ സെന്റി അടിക്കുകയാണോ? അയ്യോ അല്ല മേഡം, ഞാൻ പറഞ്ഞതാണ്. എന്നാ പെട്ടെന്ന് പോയി ഇവിടേക്ക് ക്ലീൻ ചെയ്ത് എന്റെ കാലിൽ വന്ന് മരുന്ന് പെരട്ടടി. എന്നിട്ട് മനസ്സ് പഠിക്കേണ്ട പൂതി അങ്ങ് മാറ്റിവെക്ക്. അല്ലാണ്ട് നീയൊക്കെ പഠിച്ചിട്ട് വലിയ ഡോക്ടർ ആവാനുള്ള പൂതിയൊന്നും വെക്കണ്ട. ഡോക്ടറെ മക്കള് ഡോക്ടറാവും, എഞ്ചിനീയറുടെ മക്കൾ എഞ്ചിനീയറാവും, പണക്കാരുടെ മക്കൾ പണക്കാരാവും, വേലക്കാരിയുടെ മകള് വേലക്കാരിയായാൽ മതി. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി മേഡം. എടി, നിന്റെ പഠിക്കാൻ പോകുന്ന ആഗ്രഹമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നിന്റെ അമ്മ എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ 10 ലക്ഷം രൂപയില്ലേ, അത് തിരിച്ചു തരാൻ നോക്ക്. അത് ഞാൻ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് തന്ന് വീട്ടിക്കോളാം. മേഡം വന്നാ പൈസ തന്നത് കൊണ്ടാ എന്റെ അമ്മയുടെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നത്. അതിന് ദൈവം മേഡത്തിന് 100 പുണ്യം തരും. നിന്റെ ദൈവത്തിന്റെ പുണ്യവും പുണ്യമില്ലായ്മൊന്നും എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മേഡം, ദൈവകോപം ഉണ്ടാവും. അങ്ങനെ ദൈവകോപം ഉണ്ടെങ്കിൽ ഞാനങ്ങ് സഹിക്കും. അല്ലെങ്കിൽ തന്നെ നിന്റെ അമ്മ എനിക്ക് വാക്കു തന്നതല്ലേ, എന്റെ മകളെക്കാട്ടും കൂടുതൽ മാർക്ക് നീ മേടിക്കില്ല എന്ന്. ആ ഒരു കരാറിലായിരുന്നല്ലോ നിന്റെ അമ്മയ്ക്ക് ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തത്. എന്നിട്ട് അവൾ എന്റെ മകളെക്കാട്ടും കൂടുതൽ മാർക്കും വാങ്ങിയിനി. അത് പിന്നെ അച്ഛൻ ആ സമയത്ത് മരണക്കിടക്കൽ കിടന്ന് പറഞ്ഞത് കൊണ്ടാ.
മരിക്കുന്നവൻ അവിടുന്ന് മരിക്കട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. മാഡം, എന്റെ അച്ഛനെ ഞാൻ മറ്റും പറഞ്ഞാലുണ്ടല്ലോ. എടി, നീ എന്നോട് കൈ ചൂണ്ടി സംസാരിക്കുന്നോ? ഞാൻ ചൂണ്ടി സംസാരിച്ചതല്ല മാഡം, മാഡമായിട്ട് എന്നെ കൊണ്ട് ചൂണ്ടിപ്പിച്ചതാണ്. അതേടി, ഞാൻ സംസാരിപ്പിച്ചത് തന്നെ. നീ എന്റെ മുന്നിൽ ഒച്ച വെക്കാൻ നോക്കുന്നോ? ഈ പ്രഭാവതി ആരാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. മോളെ സ്നേഹ, നീ എന്തിനാ മോളെ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഭാസ്കരേട്ട, എന്റെ അച്ഛനെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. മരിച്ചിട്ട് 6 അടി മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന എന്റെ അച്ഛനെ എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? അത് കേട്ട് സഹിക്കാൻ പറ്റാനിട്ട് പറഞ്ഞു പോയതാ. മോളെ സ്നേഹ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനെല്ലാം അവര് നിന്നോട് പകരം വീട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. സാരമില്ല ഭാസ്കരേട്ട, അതൊക്കെ എന്റെ ഒരു വിധി. ഭാസ്കരേട്ടൻ ചെല്ലി, ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. നിക്കടാ ആകാശ്, കുറച്ച് സമയവും കൂടി നോക്കാം. എത്ര സമയമായി ഇവിടെ നിൽക്കുന്നു? എല്ലാവരും ക്ലാസ്സിൽ കയറി. അവൾ ഈ കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നേരത്തെ വരേണ്ട സമയമായില്ലേ? എടാ ആകാശ്, നീ പറഞ്ഞതൊക്കെ ശരി. എന്നാലും കുറച്ച് സമയവും കൂടി നോക്കാം. അഥവാ അവൾ വന്നാലോ? എനിക്ക് തോന്നുന്നില്ല ഇനി അവൾ വരുമെന്ന്. എടാ നിക്കടാ, കുറച്ച് സമയവും കൂടി നോക്കാം. ആ ശരി. എന്നാൽ കിച്ചു വലിയാ നിൽക്കുന്നത്. അവനെന്താ ക്ലാസ്സിൽ കയറാത്തത്? ആകാശമുണ്ടല്ലോ കൂടെ, എന്തിനായിരിക്കും അവരവിടെ നിൽക്കുന്നത്? ആരെയോ വെയിറ്റ് ചെയ്യുകയാ. എടി മായ, നീ എന്താ നോക്കുന്നത്? എടി, കിഷോറും ആകാശം കൂടി ഗേറ്റിന്റെ അടുത്ത് നിൽക്കുന്നു. അവരെന്തിനാ അവിടെ നിൽക്കുന്നത്? നിൽപ്പ് കണ്ടിട്ട് ആരെയോ വെയിറ്റ് ചെയ്യുന്നത് പോലെയുള്ളത്. നീ എന്തായി പറയുന്നത്? വെയിറ്റ് ചെയ്യുന്നെന്നോ? ആരെ വെയിറ്റ് ചെയ്യുന്നത് അവര്? അറിയില്ല, നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. നീ പെട്ടെന്ന് വരണേ, ക്ലാസ്സിൽ കയറാനുള്ളതാ. ആ, ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഞാൻ ചെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വരാം. എടാ കിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? എനിക്കത് ഇവിടെ നിന്നൂടെ? ഇവൻ ഇങ്ങനെ ദേഷ്യപ്പെടണമെങ്കിൽ കാര്യമായ ആരെയോ ആണ് ഇവൻ വെയിറ്റ് ചെയ്യുന്നത്. അതിന് നീ എന്തിനാ ചൂടാവുന്നത്? ഞാൻ ചോദിച്ചതല്ലേ നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. നിനക്കെന്താ ക്ലാസ് ഇല്ലേ? നീ എന്തിനാ ഇവിടെ വന്നത്? നിന്നെ ഇവിടെ കണ്ടു, ഞാൻ വന്നു. അതിനെന്താ കുഴപ്പം? നീ ഇങ്ങനെ എന്റെ പുറകിൽ എപ്പോഴും നടക്കണ്ട. ഞാൻ എന്തോ ഏതോ ആയിക്കോട്ടെ, നീ എന്റെ പുറകെ ഇങ്ങനെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആകാശ്, നീ സത്യം പറ, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ ഇവൻ ഒരാളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാ. ആകാശ്, നീ അവളോട് സംസാരിക്കാൻ നിൽക്കണ്ട. കുറെ സമയമായി വെയിറ്റ് ചെയ്യുന്നു, അവളിട്ട് വരുന്നുമില്ല. മടുത്തു മനുഷ്യന്. അവളോ? ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് പിന്നെ ഇവൻ ഒരു പെൺകുട്ടിയെ കണ്ടു. ഇവൻ അവൾ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാ. എന്ത്? നീ എന്താ ഈ പറയുന്നത്? ഇവൻ വെയിറ്റ് ചെയ്യുന്ന പെൺകുട്ടി ഏതാ? ഏതാ എന്താ എന്നൊന്നും അറിയില്ല. പിന്നെ ഊരും പേരും അറിയാത്തവളെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? മായ, നീ ക്ലാസ്സിലേക്ക് പോട്. ഞാൻ ക്ലാസ്സിൽ പോണോ പോണ്ടേന്ന് ഞാൻ തീരുമാനിക്കും, നീ പറയണ്ട. എടി നിന്നെ ഞാൻ, ആകാശ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളോട് സംസാരിക്കണ്ട എന്ന്. പിന്നെ ഏതാ എന്താ എന്നൊന്നും അറിയാത്ത അവൾക്ക് വേണ്ടി എത്ര സമയമായി നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. കോളേജ് തുറക്കുന്നതെന്ന് ഓഫീസും ചോദിച്ച് വന്നതല്ലാതെ പിന്നെ അവളെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെയുള്ള അവൾക്ക് വേണ്ടി എന്തിനാ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്? ആകാശ്, നീ എന്താ പറഞ്ഞത്? എപ്പോൾ കണ്ടെന്നാ പറഞ്ഞത്? കോളേജ് തുറക്കുന്നതെന്ന് നമ്മളൊക്കെ ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നില്ലേ? ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു വന്ന പെൺകുട്ടി. ആ, വന്നിരുന്നു. അവളെയാ ഇവൻ കാത്തു നിൽക്കുന്നത്. അപ്പോൾ ഇവൻ കാത്തുനിൽക്കുന്നത് സ്നേഹയെയാണോ? അപ്പോൾ സ്നേഹ ഇവന്റെ കളിക്കൂട്ടുകാരിയാണെന്ന് ഇവനിക്കറിയില്ല അല്ലേ? ആരാണെന്ന് മനസ്സിലാവാതെയാണ് ഇവൻ അവളെ കണ്ടത്. എടി മായ, നീ എന്താ ആലോചിക്കുന്നത്? ഞാനൊന്നും ആലോചിച്ചില്ല ആകാശ്. എന്നാൽ ശരി, ഞാൻ വരുന്നു. അതെന്താ അവൾക്ക് പറ്റിയത്? ആ, ആർക്കറിയാം. എടാ, ഇനി അവൾ വരുമെന്ന് തോന്നുന്നില്ല. വാ, നമുക്ക് പോകാം. ശരി എന്നാൽ. ഗൗരി പോയോ? അമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം. അമ്മയോട് ഇവിടെ നടന്ന സംഭവമൊക്കെ പറയാം. റിങ് ചെയ്യുന്നുണ്ടല്ലോ, എടുക്കുന്നില്ലല്ലോ. ഇവളെന്താ ക്ലാസ്സിൽ കയറിയില്ലേ? ഈ സമയത്ത് ഇതിനെ വിളിക്കുന്നത് എന്താ? നീ എന്താ ക്ലാസ്സിൽ കയറിയില്ലേ? ക്ലാസ്സിൽ കയറാത്തത് കൊണ്ട് പലതും അറിഞ്ഞു. അറിഞ്ഞു എന്നോ? എന്ത്? നീ പറയുന്നതൊക്കെ സത്യമാണോ? അല്ല, കളവ്. അവൾ എന്താ ആക്കുന്നത് അവിടുന്ന്? അവൾ ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ കൊടുത്തിട്ടാണുള്ളത്. അത് നന്നായി. ഒരു കാരണവശാലും കിഷോറും സ്നേഹിയും തമ്മിൽ കാണരുത്. നീ പറഞ്ഞത് ശരിയാ. അത് സംഭവിക്കാൻ ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. എന്നാ ശരി, അവൾ എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്ക്. എടി സ്നേഹ, കിഷോർ എന്റേതാണ്, എന്റേത് മാത്രം. ഓഹോ, ജോലിയൊന്നും ചെയ്യാതെ ഇവിടുന്ന് മൂളിപ്പാട്ടും പാടി സ്വപ്നം കാണുകയാണല്ലേ? അയ്യോ അല്ല മേഡം, ഞാൻ ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ടെന്നാ നീ പറയുന്നത്? അയ്യോ അമ്മേ. അയ്യോ സ്നേഹ, എന്ത് പറ്റി മോളെ?
ഏയ് ഒന്നുമില്ല ഭാസ്കരേട്ടാ. എന്നാൽ നീ അവിടുന്ന് എഴുന്നേൽക്ക്. മേഡം, നിങ്ങൾ ഇങ്ങനെ കണ്ണിച്ചറിയില്ലാത്ത കളി കളിക്കരുത് കേട്ടോ. അല്ല, നിനക്കൊക്കെ ഇവിടുന്ന് ശമ്പളം തരുന്നത് ഇവളെ പോലെയുള്ളവർക്ക് ശിങ്കിടിപ്പണി എടുക്കാനാണോ? അവൻ അവൾ കൊത്താശയുമായി വന്നിരിക്കുന്നു. ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ മേഡം നിങ്ങൾ ഇവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലിയൊക്കെ നീ ചെയ്തു തീർത്തോ? നീ പോയി മുറ്റത്തുള്ള വണ്ടിയൊക്കെ കഴുകിയിട്. ഭാസ്കരേട്ടാ സാരമില്ല, ഭാസ്കരേട്ടൻ ചെല്ലി. മോളെ, സാരമില്ലെന്ന് പറഞ്ഞില്ലേ, ചെല്ലി. വെളുത്തേരിക്ക് പോന്നതാണല്ലോ, തിരിച്ചെത്തിയില്ലല്ലോ. എന്ത് പറ്റിയാവോ? ഇതെന്താ ആരെയും കാണുന്നുമില്ലല്ലോ ഇവിടെ. ഹാ, ഇതാരാ? ശോഭേച്ചിയോ? എന്തല്ല ഭാസ്കര, നിന്നെ കൊറേ ആയല്ലോ കണ്ടിട്ട്. എന്നെ കാണാനിട്ടൊന്നുമല്ല, ശോഭേച്ചി കുറെ ദിവസമായാലും ഇങ്ങോട്ട് വരാത്തത്, അതുകൊണ്ട് തോന്നുന്നതാ. അത് നീ പറഞ്ഞ ശരിയാ, തീരെ സുഖമില്ലായിരുന്നു. സ്നേഹ അതുകൊണ്ട് ഇങ്ങോട്ട് വരാറ്. അവൾ അവളുടെ കോളേജ് പോലും കട്ടാക്കിയിട്ടാ വരുന്നത്. പാവം എന്റെ കുട്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ ശരിയാ ശോഭേച്ചി. അവളുടെ കഷ്ടപ്പാട് അതൊരു വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. ആ പ്രഭാവതിയും മകളും കൂടി എന്തൊരു ഉപദ്രവിക്കല അവളെ. അയ്യോ, എന്റെ മോക്ക് എന്ത് പറ്റി? അവര് രണ്ടുപേരും കൂടി അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുക ഇവിടുന്ന്. ദൈവമേ, ഞാൻ വാങ്ങിയ പണത്തിന് എന്റെ മകളെയാണല്ലോ അവരിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. എന്റെ വയറ്റിൽ പിറന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമേ എന്റെ മകൾ ചെയ്തിട്ടുള്ളൂ. മതി മതി, ഞാനൊന്നും പറഞ്ഞില്ല. ശോഭേച്ചി ഇത് കേട്ടിട്ട് ഇനി മനസ്സ് വിഷമിപ്പിക്കേണ്ട. അകത്തേക്ക് ചെല്ലി, അവളുണ്ടകത്ത്. അവരോട് വാങ്ങിയ പണം എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം, എന്നാലേ എന്റെ മകൾക്കും എനിക്കും ഒരു സ്വസ്ഥതയുണ്ടാവും. ഇതാര് കുഞ്ഞോ? എന്തെല്ലാം ശോഭേച്ചി, സുഖം തന്നെയോ? ആ മോനെ, സുഖം തന്നെ. മോനെ എത്രയായി കാണാത്തത്? വിദേശത്ത് ഇപ്പോൾ ഇങ്ങ് പോന്നു അല്ലേ? അതേതായാലും നന്നായി. ഇവിടുത്തെ കോളേജിൽ കിട്ടിയത് കൊണ്ടാണല്ലോ ഇങ്ങനെ വരാനായത്. സീറ്റ് കിട്ടിയതുകൊണ്ട് ഇങ്ങ് പോന്നു. അല്ലെങ്കിൽ തന്നെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണല്ലോ ഞങ്ങളങ്ങ് പോയത്. അല്ല, മോന്റെ അച്ഛൻ വരുന്നില്ലേ? ആ, അച്ഛൻ വരണമെന്ന് പറയുന്നുണ്ട്. അല്ല, ശോഭേച്ചിയുടെ മകൾ സ്നേഹ ഇപ്പോൾ എവിടെയാ? ഓ, അവളോ? അവളും നിന്നെ പോലെ തന്നെ പഠിക്കുകയാ. പഠിക്കുകയോ? എവിടെ? അത് പിന്നെ മോനെ കിച്ചു, ആ, അമ്മ വന്നോ? അയ്യോ, മേഡം ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിരുന്നു. ആണോ? അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെ. നിന്റെ അസുഖമൊക്കെ കുറഞ്ഞോ? ആ, കുറഞ്ഞു. ഇപ്പോൾ കുറച്ച് സുഖമുണ്ട്. നിനക്ക് നിന്റെ അസുഖമൊക്കെ മാറിയിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. മോള് രാവിലെ വന്നതല്ലേ, അവളെ കാണാനിട്ട് വന്നതാ. ആ, അവളെന്നാൽ അകത്തുണ്ടാകും, നീ ചെല്ല്. അല്ല കിച്ചു, നീ എങ്ങോട്ടേക്കാ പോവാൻ ഒരുങ്ങിയത്? കോളേജ് വിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും പോവാൻ നോക്കുകയാണോ? എന്റെ അമ്മക്കുട്ടി, ഞാൻ എവിടെയും പോവാൻ നോക്കുന്നതല്ല, പോയി വന്നതാണ്. എവിടെയാ നീ പോയത്? ഞാൻ കോളേജ് വിട്ട് വരുമ്പോൾ അമ്മക്കുട്ടി ഇവിടെ ഇല്ലാലോ. നീ വരുമ്പോഴേക്കും എത്തണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മൂമ്മ വിട്ടില്ല. അമ്മക്കുട്ടി ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആകാശിന്റെ അടുത്ത് പോയതാ. ശരി ശരി, നടക്കുന്നാൽ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ സീറ്റാ. എനിക്ക് അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. മോളെ, അയ്യോ, അമ്മയോ? അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വെറുതെ വന്നതാ, നിന്നെ കാണാനിട്ട് വന്നതാ. അമ്മേ, അമ്മയോട് ഡോക്ടർ പറഞ്ഞതല്ലേ കുറച്ച് റെസ്റ്റ് എടുക്കാൻ? ഓ, അതൊന്നും ഇനി വേണ്ട. വേണ്ടാന്നോ? വീണ്ടും അസുഖം വരുത്തി വെക്കാനാ? അതല്ല മോളെ, എനിക്ക് സുഖമുണ്ടിപ്പോൾ. അല്ല, നീ എന്താക്കുകയാ? ഓ, ഞാനോ? ഞാനിതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. കവിതാമ്മ ഇവിടെ ഇല്ല, ഇപ്പോൾ വരും. ആണോടാ? കവിതാമ്മ വന്നിരുന്നാൽ. ആണോ? കവിതാമ്മ വന്നേ? ആ, കവിതാമ്മ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അല്ല, നീ എന്തെന്ന് കോളേജിൽ പോവാതിരുന്നതേ? അമ്മയോട് പ്രഭാവതി മേഡം വിടയിട്ട കോളേജിൽ പോവാത്തതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വല്ലാണ്ട് സങ്കടമാവും. ഞാൻ എന്താ ഇപ്പൊ പറയുക? മോളെ സ്നേഹ, നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ. നിന്നോട് ഞാൻ ചോദിച്ചത് നീ എന്താ കോളേജിൽ പോവാതിരുന്നതെന്ന്. ഓ, അതോ? അത് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു, അതുകൊണ്ടാ. ആണോ? ഞാൻ വിചാരിച്ചു വേറെന്തോ കൊണ്ടാണെന്ന്. അമ്മേ, അമ്മയോട് കള്ളം പറഞ്ഞതിന് അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ. അല്ല മോളെ സ്നേഹ, നിനക്കെന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ. അമ്മ പോയി അവിടെ ഇരുന്നോ, ചായ പതക്കുന്നുണ്ട്. ഞാൻ കുറച്ച് അമ്മയ്ക്കും തരാം. ആ ശരി, ഞാൻ കുറച്ചിവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ കേൾക്കുന്ന സത്യമാണോ അമ്മേ? നീ കേട്ടതൊക്കെ ശരിയാ. എന്നിട്ട് ആ സ്നേഹയുടെ തലയൊന്നും പൊട്ടിയില്ലേ? അതാ എന്റെ ഒരു സങ്കടം. അയ്യോ, എന്തു പറ്റിയതാ? അവളുടെ തല പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ പറ്റിയില്ല. സാരമില്ലമ്മേ, അടുത്ത പ്രാവശ്യം നമുക്കത് സാധിക്കാം. നീ പറഞ്ഞതൊക്കെ ശരിയാണോടാ? എന്റെ അമ്മക്കുട്ടി, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. വരുന്നുണ്ട് അമ്മയും മകനും. ആകാശ്, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? മാഷോ,
ഒന്നുമില്ല മാഷേ, എൻ്റെ ഒരു ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ട്. ഏത് ഫ്രണ്ട്? കിഷോറാണോ? അല്ല, കിഷോർ അല്ല, വേറെ ഫ്രണ്ടാ. മാഷ് സൂപ്പർ മാർക്കറ്റിലേക്കാണോ? അതെ അതെ, ഞാനെന്നാൽ പോയിട്ട് വരാം. എന്നാ ശരി. ഇവനെന്താ വരാത്തത്? കുറെ സമയമായല്ലോ പോയിട്ട്. ഇത് പിന്നെ നല്ല പരിചയമുള്ള മുഖം. അതെ, അവള് തന്നെ. ഇത് സൂപ്പർ മാർക്കറ്റിലേക്കാണെന്നാ തോന്നുന്നത്. അയ്യോ, ഇപ്പോൾ തന്നെ സമയം വൈകി. അതെ, അവിടേക്ക് തന്നെ. പെട്ടെന്ന് കിഷോറിനെ വിളിക്കാം. അവളെ എങ്ങനെ കണ്ടെത്തും? ഒരു തരത്തിലും പറ്റുന്നില്ലല്ലോ. ആരാ വിളിക്കുന്നത്? ഒന്ന് കിടക്കാനും സമ്മതിക്കില്ല. ആകാശാണല്ലോ. ആ ആകാശ്, എന്താ? എന്ത്? നീ പറഞ്ഞത് സത്യമാണോ? നീ എന്നാൽ എവിടെ തന്നെ നിൽക്കൂ, ഞാനിതാ എത്തി. അങ്ങനെ എന്റെ കാത്തിരിപ്പിന് ഒരർത്ഥമുണ്ടായി. പെട്ടെന്ന് ചെല്ലാം. അല്ല ഏട്ടത്തി, ഈ ഏട്ടൻ വരുന്നു വരുന്നു എന്ന് പറയുന്നതല്ലാതെ വരുന്നില്ലേ? അറിയില്ല പ്രതാപതി. പ്രവേട്ടൻ ഇന്നും വിളിച്ചിരുന്നു, വരുന്നു എന്ന് പറഞ്ഞു. അങ്കിൾ ഒന്ന് പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. അങ്കിള് വന്നിട്ട് എന്താ നിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. ഈ അമ്മയുടെ ഒരു കാര്യം. എന്താ അവൾ ഉദ്ദേശിച്ചത്? ഏട്ടൻ വന്നാലല്ലേ കിഷോറിന്റെയും ഇവളുടെയും കാര്യം ഒരു ഉറപ്പ് വരുത്താൻ പറ്റൂ. അതാ അവൾ ഉദ്ദേശിച്ചത്. അമ്മേ, കിച്ചു, ഇവര് നമ്മുടെ കല്യാണക്കാരൻ സംസാരിക്കുകയാ. അമ്മേ, ഞാനൊന്ന് പുറത്തു പോവുകയാ കേട്ടോ. എവിടേക്കാ മോനെ? ആകാശിന്റെ അടുത്തേക്കാ. നീ ഇപ്പോഴല്ലേ അവന്റെ അടുത്ത് നിന്ന് വന്നത്? ആ, അവൻ വീണ്ടും വിളിച്ചു. ഞാൻ പെട്ടെന്ന് വരാം, നേരമില്ല. നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ കേട്ടോ. എടി മായ, എന്താ അമ്മേ? നീ കിഷോറിന്റെ പോക്ക് ശ്രദ്ധിച്ചോ? എന്ത് പറ്റി? അവൻ ആരെയോ പെട്ടെന്ന് കാണാനുള്ള പോക്കല്ലേ പോയത്? ആ അതെ, അവൻ ആകാശിനെ കാണാൻ പോയതല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതെന്താ അമ്മ എന്തങ്ങനെ പറയാൻ കാരണം? നമ്മൾ അവനോട് പറഞ്ഞില്ലേ നിങ്ങളുടെ കല്യാണക്കാരുമായി ഇവിടെ സംസാരിക്കുന്നതെന്ന്? ആ പറഞ്ഞിരുന്നു. അതിനെന്താ കുഴപ്പം? അവൻ സാധാരണ ഉള്ളതുപോലെയാണെങ്കിൽ അവൻ എന്തെങ്കിലും പ്രതികരിക്കുമായിരുന്നു. ഇപ്പോൾ അവൻ അത് കേട്ടത് പോലുമില്ല. അവനിക്ക് എന്നോട് ഇഷ്ടം തോന്നി തുടങ്ങി കാണും അമ്മേ. ഒന്ന് പോടി വണ്ടി. അതൊന്നുമല്ല കാരണം. അവൻ എന്തോ ആരെയോ കാണാൻ വേണ്ടി പോയതാ. എന്റെ അമ്മേ, അമ്മയുടെ ഈ ഊഹിക്കലില്ലേ, അതൊന്ന് നിർത്തുമോ? നിനക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ പണ്ടേ ഉള്ളതാണല്ലോ എന്നെ ഇങ്ങനെ പുച്ഛിക്കൽ. എന്റെ അമ്മേ, ഞാൻ അമ്മയെ പുച്ഛിച്ചതൊന്നുമല്ല. പിന്നെ നീ പുച്ഛിച്ചതല്ലാതെ? എന്റെ അമ്മേ, കിഷോർ ആകാശിന്റെ അടുത്ത് തന്നെ പോയതായിരിക്കും. ഇനി ഇപ്പോൾ അവന്റെ അടുത്തല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അത് നീ പറഞ്ഞ ശരിയാ. ആ സ്നേഹയെ കാണുന്നതിന് മാത്രമല്ലേ പേടിക്കട്ടു? അതെ അതെ, അവളാണെങ്കിൽ ഇവിടെ ഇല്ലതാണ്. എന്താ നീ പറഞ്ഞത്? അല്ല, ഞാൻ അവളെ സൂപ്പർ മാർക്കറ്റിലേക്ക് അയച്ചു. സൂപ്പർ മാർക്കറ്റിലേക്ക് അയച്ചെന്നോ? എന്തിനി? അതിനിവിടെ ഭാസ്കരൻ ഇല്ലേ? ഭാസ്കരേട്ടൻ പോവാൻ നോക്കിയതാ. ഞാനാ പറഞ്ഞത് അവളോട് പോകാൻ. എവിടെയാണെങ്കിൽ അവൾ ചൊറയായിട്ട് വന്നോളൂ. എന്താ അമ്മേ അതിന് കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? ആ എന്താ കുഴപ്പം? ചിലപ്പോൾ അവൻ പുറത്തു നിന്നും അവളെ കണ്ടാൽ? അയ്യോ, കാണുമോ അമ്മേ? ഇല്ലായിരിക്കും. അവൻ ആകാശിനെ കാണാൻ പോയതല്ലേ, അവൾ സൂപ്പർ മാർക്കറ്റിലേക്കല്ലേ പോയത്. അങ്ങനെ ആവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവമേ, ചതിക്കല്ലേ. ആ, നീ എത്തിയോ? എവിടെ ആകാശ്? അവൾ ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. സത്യമല്ലേ നീ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ നിന്നെ വിളിക്കുമോ? എന്നാ നീ വാ, നമുക്ക് ചെന്ന് നോക്കാം. ഞാൻ വരണ്ട, നീ തന്നെ ചെന്ന് നോക്ക്. അതെന്താ നീ വരാത്തത്? ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ വലിയ സൂപ്പർ മാർക്കറ്റല്ലേ, അവൾ പുറത്തു വന്നാൽ നോക്കണ്ടേ, അതുകൊണ്ടാ. ആകാശ്, നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ നീ ഇവിടെ നിൽക്കൂ, ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. എടാ കിച്ചു, ഇനിയൊരു അവസരം കിട്ടിയെന്ന് വരില്ല. എല്ലാം ചോദിച്ചു മനസ്സിലാക്കണം കേട്ടോ. ശരിയടാ, എന്നാൽ ഞാൻ പോയി വരാം കേട്ടോ. മനുഷ്യന്റെ സമാധാനം പോയല്ലോ. ഇതെന്താ, കിച്ചുവും വരുന്ന കാണുന്നില്ല, സ്നേഹയും വരുന്ന കാണുന്നില്ല. ഇനിയിപ്പോൾ അമ്മ പറഞ്ഞതുപോലെ വല്ലതും സംഭവിക്കുമോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? കിച്ചുവല്ലേ ആള്, വെറുതെ ദേഷ്യപ്പെടും. വേണ്ട, വിളിക്കണ്ട. അവളെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അല്ല, ഇനിയിപ്പോൾ ആകാശിന് തോന്നിയതായിരിക്കുമോ? മുമ്പോട്ടൊന്ന് ചെന്ന് നോക്കാം. അവളില്ലേത്? പറ്റിയില്ല. സാരമില്ലമ്മേ, അടുത്ത പ്രാവശ്യം നമുക്കത് സാധിക്കാം. നീ പറഞ്ഞതൊക്കെ ശരിയാണോടാ? എന്റെ അമ്മക്കുട്ടി, ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ. വരുന്നുണ്ട് അമ്മയും മകനും. ഈ മോളും തമ്മിൽ എന്തായാലും കുശലം പറച്ചിൽ? ഞങ്ങളിങ്ങനെ നാട്ടുവർത്താനം പറയുക ഏട്ടത്തി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഓ, അമ്മയ്ക്ക് സുഖം തന്നെ. അല്ല, ഏട്ടത്തി കിച്ചുവിന്റെ കൂടെയാണോ വന്നത്? അല്ല, ഞാൻ പോയതുപോലെ തിരിച്ചു വന്നു. സ്നേഹ മോളെ, കുറച്ച് വെള്ളം കൊണ്ടുവാ. അമ്മ ഇതാരെയെ വിളിക്കുന്നത്? അത് ശോഭേച്ചിയുടെ മകളെ സ്നേഹയെ. ഓ, അവൾ ഇപ്പോഴും ഇവിടെയുണ്ടോ? എടി,
എടി മായ, എന്താ എന്താ അമ്മേ? എടി കവിതാമ്മക്ക് നീ കൊടുക്ക് വെള്ളം. ഞാനെന്തിനാ അമ്മേ വെള്ളം കൊടുക്കുന്നത്? ആ വേലക്കാരി പെണ്ണ് തന്നെ എടുത്തു കൊണ്ടുവരട്ടെ. എടി പോത്തെ, നീ കിച്ചു നിൽക്കുന്നത് കാണുന്നില്ലേ? അത് അമ്മ പറഞ്ഞത് ശരിയാണല്ലോ. നീ ഇവിടുന്ന് ശരിയും തെറ്റും തിരുത്താതെ പോയി വെള്ളം എടുത്തു വാ. ശരി അമ്മേ. അല്ല, അമ്മയും മകളും തമ്മിൽ എന്തായാലും കുശലം പറച്ചൽ? ഒന്നുമില്ല ഏട്ടത്തി, ഈ മായ ചോദിക്കുകയാ. എന്താ മായ ചോദിക്കുന്നത്? കവിതാമ്മ എന്തേ എന്നോട് വെള്ളത്തിന് പറയാത്തതെന്ന്. ഓ അതാണോ? അത് നിനക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയാ? സ്നേഹയില്ലേ, അവൾ കൊണ്ടുത്തരും വെള്ളം. ബുദ്ധിമുട്ടോ? കവിതാമ്മ എന്താ ഈ പറയുന്നത്? അതെ അതെ, അവൾക്ക് ഏട്ടത്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ ഇഷ്ടമാ. അല്ല, അപ്പച്ചിക്കും മായക്കും എന്തോ ദുരുദ്ദേശമുണ്ടല്ലോ. അതെന്താ കിച്ചു നീ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങൾ സാധാരണ ഇങ്ങനെയല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അമ്മേ, ഞാൻ എത്ര സ്നേഹത്തോടെയാ പറഞ്ഞത്, എന്നിട്ട് ഇവൻ പറയുന്നത് കേട്ടോ. സാരമില്ല, നീ കരയണ്ട. ഏട്ടത്തി ഇത് കാണുന്നില്ലേ ഇവളുടെ ഒരു സങ്കടം? അമ്മ ഇവളുടെ കള്ളക്കണ്ണീരൊന്നും കണ്ടു വീഴണ്ട. മോനെ കിച്ചു. അമ്മ ഇവൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്റെ കണ്ണിൽ നിന്നും വരുന്നത് കള്ളക്കണ്ണീരാ പോലെ. കള്ളക്കണ്ണീർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോളെ മോയെ, അവൻ അവിടുന്ന് പറഞ്ഞോട്ടെ. മോള് ചെല്ലി കുറച്ച് വെള്ളം എടുത്ത് ഏട്ടത്തിക്ക് കൊണ്ടു കൊടുക്ക്. ശരി അമ്മേ. പാവം എന്റെ കുട്ടി, അവൾ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പ്രഭാവതി, കിച്ചു വെറുതെ ഒരു തമാശ പറഞ്ഞതാ, അത് നീ കാര്യമാക്കേണ്ട. എത്ര പറഞ്ഞാലും ഈ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഏട്ടത്തി വെറുതെ പറയുന്നതാ, അവൻ തമാശ പറഞ്ഞതൊന്നുമല്ല. അവനിക്ക് എന്റെ മകളെ കണ്ടുകൂടാ. എടാ കിച്ചു, ഇതിന് ഞാൻ നിനക്ക് തരും. എടാ കിച്ചു, അവിടെ നിൽക്കേ. ഇല്ല, ഞാൻ നിൽക്കുന്നില്ല. അമ്മയ്ക്ക് പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതല്ല പ്രഭേ, അവര് മക്കളല്ലേ, അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കേണ്ട. അമ്മേ, ഇതാ ചായ. അമ്മ ഇത് കുടിക്ക്. ഇന്ന് അമ്മ ഇത് കുടിക്കു കേട്ടോ. ഞാൻ കവിതാമ്മയ്ക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് വരാം. വെള്ളമോ? അതെന്തിനാ മോളെ? അതല്ല അമ്മേ, കവിതാമ്മ ഇപ്പോൾ പുറത്തു നിന്ന് വന്നതല്ലേ. ആ, മോള് പറഞ്ഞ ശരിയാ, ഞാനത് മറന്നുപോയി. എന്റെ മകൾക്ക് ഈ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം കാണുമ്പോൾ മനസ്സ് നിറഞ്ഞു പോവുകയാ. ഇതെന്താ അമ്മ ചായ കുടിച്ചില്ലേ? ഓ, ഞാൻ നിന്റെ കളി കണ്ട് ചായ കുടിക്കാൻ മറന്നു. എന്റെ കളി കൊണ്ടോ? ഈ അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഓഹോ, നീ നിന്റെ അമ്മയെ സൽക്കരിക്കുക ഇവിടുന്ന് അല്ലേ? അയ്യോ, കുഞ്ഞെന്തൊക്കെയായി പറയുന്നത്? ഇപ്പോൾ ഞാൻ പറഞ്ഞതാ കുറ്റമല്ലേ? നിങ്ങൾ ചെയ്യുന്നതല്ല. എന്റെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തതിനാണോ നീ ഇങ്ങനെ പറയുന്നത്? എന്റെ കൺമുന്നിൽ നിന്ന് നീ ഒരു ഗ്ലാസ് ചായ കൊടുത്തു, കാണാതെ നീ എന്തൊക്കെ കൊടുക്കുന്നുണ്ടാവും? അവൾ അവളുടെ അമ്മയുടെ തടി നന്നാക്കാൻ നോക്കുന്നു. അയ്യോ കുഞ്ഞ്, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറയുന്നതാണോ കുറ്റം? നിങ്ങൾ ചെയ്യുന്നതല്ലേ? ഓസിയിൽ കിട്ടുന്നതൊക്കെ വാരി വലിച്ച് തിന്നാൻ നടക്കുന്നു രണ്ടെണ്ണവും. അയ്യോ, കുഞ്ഞെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കുഞ്ഞെ, ഇങ്ങനെയൊന്നും പറയരുത്, ദൈവകോപം കിട്ടും. ഓഹോ, എന്റെ വീട്ടിൽ നിന്നിട്ട് എന്നെ ശപിക്കുന്നോ? കൊള്ളാലോ നിങ്ങൾ രണ്ടുപേരും. അമ്മ ഇതൊന്നും കാര്യമാക്കേണ്ട. ഞാനിത് കവിതാമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. ആ മോളെ, ഈ വെള്ളം നീ കൊണ്ടു കൊടുക്ക്. മോളെ സ്നേഹ. ആ, ഭാസ്കരനോ? എന്താ ഭാസ്കര? അല്ല, സ്നേഹ പറഞ്ഞു പച്ചക്കറിയൊക്കെ തീർന്നെന്ന്. ഞാൻ മാർക്കറ്റിൽ പോവുകയാ, എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ വന്നതാ. താൻ മാർക്കറ്റിൽ പോവേണ്ട. മായ, മുതിർന്നവരോട് ഇങ്ങനെ സംസാരിക്കരുത് മായ. നീ എന്റെ സംസാരം ഒന്ന് ശരിയാക്കാൻ വരണ്ട. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. അയ്യോ, ഞാൻ മാർക്കറ്റിൽ പോയില്ലെങ്കിൽ വേറെ ആരാ പോവുക? ഇതാ ഇവള് പോകും. നീ ആ വെള്ളം ഇങ്ങു കൊണ്ട. കവിതാമ്മയ്ക്ക് ഞാൻ കൊടുത്തോളാം വെള്ളം. നീ അങ്ങനെ വലിയ ആളാവാൻ നോക്കണ്ട. നീ പോയി മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങി വാ. ഇതാ വെള്ളം. ഞാൻ വലിയ ആളാവാനൊന്നും നോക്കിയതല്ല. കവിതാമ്മ ഇപ്പോൾ വന്നതല്ലേ, അതുകൊണ്ട് വെള്ളം വേണമെന്ന് കരുതി കുറച്ച് കൊടുക്കാമെന്ന് തോന്നിയതാ. നീ അങ്ങനെ നോക്കണ്ട കവിതാമ്മയുടെ കാര്യമൊക്കെ. അതൊക്കെ നോക്കാൻ ഞാനുണ്ട് ഇവിടെ. മനസ്സിലായോ നിനക്ക്? അതിനെന്താ, അത് നല്ല കാര്യമല്ലേ. നല്ലതോ വെടക്കോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ഇവിടുന്ന് നൊടിയാതെ പോയിട്ട് സാധനം മേടിച്ചിട്ട് വാ. ഓൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ മോളാണോ മാർക്കറ്റിൽ പോകുന്നത്? മോളെ സ്നേഹ, നിനക്ക് വല്ലാണ്ട് വിഷമമായി അല്ലേ? എന്തിനി? അതൊന്നും സാരമില്ലമ്മേ. ഭാസ്കരേട്ടാ, മാർക്കറ്റിൽ ഞാൻ പോയിക്കോളാം. ഭാസ്കരേട്ടൻ ചെല്ലി. എന്നാ ശരി മോളെ. മോളെ, നിനക്ക് എന്താ മോളെ എപ്പോഴും ഇങ്ങനെ കഷ്ടപ്പാട് മാത്രം? അമ്മേ, ഇതൊക്കെയാണോ കഷ്ടപ്പാട്? അതല്ല മോളെ, ഞാൻ പറഞ്ഞതാ. അമ്മയുടെ ചായ ചൂടാറിയും തോന്നും അല്ലേ? ഇന്നാ മോളെ, എനിക്കിത് വേണ്ട ഇപ്പോൾ. അയ്യോ, ഞാൻ ഇത് ചൂടാക്കി തരാം അമ്മേ. വേണ്ട, എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട. ഇനി നീ എന്നാൽ മാർക്കറ്റിൽ ചെല്ലാൻ നോക്ക്. ഇതൊന്നും ആ കവിതാമ്മ അറിയുന്നുണ്ടാവില്ല. അമ്മ എന്തായി പറയുന്നത്? എന്തറിയുന്നുണ്ടാവില്ല എന്നാ പറയുന്നത്? നിന്നെ അവരിങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് തന്നെ. ഓ, അതാണോ ഇത്ര വലിയ കാര്യം? വെറുതെ അമ്മ അതും ഇതും ആലോചിച്ച് ഇനിയും അസുഖം വരുത്തി വെക്കണ്ട. അല്ല മോളെ, ഞാൻ മതി, ഇനി ഒന്നും പറയണ്ട. ഒന്ന് പെട്ടെന്ന് ചെല്ല്. പാവം എന്റെ അമ്മ, ആ ചായ പോലും കുടിക്കാൻ പറ്റാതെയായല്ലോ.
അയ്യോ, സമയം കുറെ ആയല്ലോ. മാർക്കറ്റിൽ പോവാനുള്ളതല്ലേ? അത് ഞാൻ അവളുടെ അടുത്തേക്ക് എന്തും പറഞ്ഞാണ് ചെല്ലുക. ഹലോ, അങ്ങനെ ചോദിച്ചാലോ? വേണ്ട. ഹായ്, അറിയാമോ? അങ്ങനെ ചോദിച്ചാലോ? കിട്ടി. വേണ്ട. അവളുടെ മറുപടി അറിയില്ല എന്നാണെങ്കിൽ പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. വേറെ ഫ്ലേവർ ഒന്നും കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ, അങ്ങനെ ചോദിച്ചാലോ? വേണ്ട. ഞാനിപ്പോൾ എന്താ ചോദിക്കുക? എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ഷടാ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവിടെ തന്നെയാൻ തോന്നുള്ളത്. എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലാം. അവിടെ ഒരു സെയിൽസ്മാനെ കാണുന്നുണ്ട്, അവനോട് ചോദിക്കാം. ദൈവമേ, ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. ദൈവമേ, ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒരുപോലെ ആയല്ലോ. ഹലോ, ആ, എന്താ? ഈ ബിസ്ക്കറ്റിന്റെ വേറെ ഫ്ലേവർ ഉണ്ടോ? അതിന്റെ ഇല്ല. ഈ പച്ചക്കറി സെക്ഷൻ എങ്ങോട്ടാ വരുന്നത്? അത് പിന്നെ അത് ആ സൈഡിലാ വരുന്നത്. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നല്ല മുഖപരിചയം. അത് പിന്നെ എന്നെ. ഹലോ സർ, എന്താ വേണ്ടത്? ചേ, നശിപ്പിച്ചു. സാറിനോടാ ചോദിച്ചത് എന്താ വേണ്ടത്? അത് പിന്നെ എനിക്ക്. പറഞ്ഞോളൂ സർ, എന്താ വേണ്ടത്? അയ്യോ, ഞാൻ സാധനം വാങ്ങാൻ വന്നതല്ല എന്ന് തിരിഞ്ഞാൽ. സാറിനോടാ ചോദിച്ചത് എന്താ വേണ്ടത്? അത് പിന്നെ എനിക്ക് റൈസ് ഐറ്റംസ് വേണം. ഓ, അതാണോ? അത് ആ ഭാഗത്താണുള്ളത്. അയ്യേ, അപ്പം ഇവൻ എടുത്ത സെയിൽസ്മാൻ അല്ല. ഹലോ മാഡം, മാഡത്തിന് എന്താ വേണ്ടത്? അത് പിന്നെ പച്ചക്കറി ഐറ്റംസാ വേണ്ടത്. ഓ, അതാണോ? അത് ഈ ഭാഗത്താണ് മാഡം. താങ്ക് യു. എന്നാ സർ, ഞാൻ അങ്ങോട്ട്. ശരി, നീ പോയിക്കോ. ഞാൻ പോയി റൈസ് ഐറ്റംസ് എടുത്തോളാം. എന്താ അത് നിലത്ത് വീണ് കിടക്കുന്നത്? അയ്യോ, ഇതൊരു ലേഡീസ് റിംഗ് ആണല്ലോ. ഇത് അവളുടെ റിംഗ് ആണെന്നാ തോന്നുന്നത്. അതെ, ഇത് അവളുടെ തന്നെ. ഈ റിംഗ് കൊടുക്കുന്ന രീതിയിൽ വീണ്ടും അവളോട് എടുക്കാം. റിംഗേ, നീ എന്റെ കീശയിൽ കിടക്ക്. പെട്ടെന്ന് ചെല്ലാം. അവൾ ആ പച്ചക്കറി സെക്ഷനിൽ കാണും. ഷടാ, ഇതാരാ വിളിക്കുന്നത്? ഇവളെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ, എന്താ? കിച്ചു, നീ എവിടെയാ? അല്ല, അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം? കിച്ചു, ഞാൻ തമാശ ചോദിക്കുകയല്ല. നീ എവിടെയാ ഉള്ളത്? ഞാൻ സൂപ്പർ മാർക്കറ്റിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ 100 ചോദ്യം വരും. ഇപ്പോൾ ഞാൻ എന്ത് പറയും? ഹലോ കിച്ചു, നീ എന്താ സംസാരിക്കാത്തത്? ഹലോ, കേൾക്കുന്നില്ലേ? നിന്നോടാ ചോദിച്ചത്. നീ എവിടെയാ ഉള്ളത്? നീ അളരണ്ട, ഞാൻ കേൾക്കുന്നുണ്ട്. എന്നാ പറ, നീ എവിടെയാ ഉള്ളത്? അത് പിന്നെ ഞാൻ ആകാശിന്റെ വീട്ടിലാ ഉള്ളത്. നീ എന്നാൽ ആകാശിന്റെ കയ്യിൽ ഫോൺ കൊടുക്ക്. പെട്ടല്ലോ. അതെന്തിനാ? നീ എന്താ എന്റെ ചോദ്യം ചെയ്യാൻ വിളിച്ചതാണോ? നീ ഫോൺ കൊടുത്തില്ലെങ്കിൽ ഞാൻ അവന്റെ ഫോണിൽ വിളിക്കും. അയ്യോ, പെട്ടല്ലോ. ആകാശ്, അവൻ ബാത്റൂമിലാ ഉള്ളത്. അവൻ ഇറങ്ങിയിട്ട് വിളിക്കാൻ പറയാം. ശരി, അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയിട്ട് എന്നെ വിളിക്കാൻ പറ. പറയാ, നീ വെച്ചേക്ക്. നേരമില്ലാത്ത സമയത്ത് ഓരോരു മാരണം വിളിച്ചുകൊള്ളും. അയ്യോ, അവള് പോയോ? അവളെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആ മായ കാരണമാ. ആ ഭാഗത്തുണ്ടാവുമോ? അവിടെ നോക്കാം. ഇവിടെയും ഇല്ലല്ലോ. പുറത്തേക്ക് കടന്നു കാണുമോ? പെട്ടെന്ന് ചെല്ലാം. അവളല്ലേ അത്? കിഷോർ കണ്ടു കാണില്ലേ? ഓട്ടോ ഒന്നും കാണുന്നില്ലല്ലോ. ഓട്ടോ. എങ്ങോട്ടേക്കാ കൊച്ചേ പോവേണ്ടത്? ഉല്ലാസ് നഗറിലേക്ക്. എന്നാ കേറിക്കോ. അവൾ ഉല്ലാസ് നഗറിലേക്കാണോ പോയത്? എനിക്ക് തോന്നിയതാവും. ആകാശ്, അവൾ പോയോ? നീ എന്താ കിഷോർ ഇങ്ങനെ കിടക്കുന്നത്? അത് നീ വിട്. അവൾ പോന്നത് കണ്ടോ? അവൾ പോയി. അവൾ ഇപ്പോൾ ഒരു ഓട്ടോയിൽ കയറിപ്പോയി. അവൾ പോയോ? അവൾ എവിടേക്കാ പോയതെന്ന് വല്ലതും അറിഞ്ഞോ? ഇല്ല കിച്ചു, എനിക്ക് തോന്നിയത് ഉല്ലാസ് നഗറിലേക്കാണെന്നാ. എന്താ നീ പറഞ്ഞത്? ഉല്ലാസ് നഗറിലേക്കോ? അതെന്റെ സ്ഥലമല്ലേ. ഞാൻ കേട്ടൊന്നുമില്ല അവൾ പറയുന്നത്. ഞാൻ വെറുതെ ഊഹിച്ചു പറഞ്ഞതാ. അല്ല, നീ അവളെ കണ്ടില്ലേ? കണ്ടു. പിന്നെന്താ, നീ അവളോടൊന്നും സംസാരിച്ചില്ലേ? എടാ, അവസരം കിട്ടിയില്ല. അപ്പോഴേക്കും ആ മായ വിളിച്ചിരുന്നു. മായയോ? എന്തിനാ വിളിച്ചത്? അവൾ ഒരു 100 കൂട്ടം ചോദ്യവുമായ വിളിച്ചത്. ഞാൻ എവിടെയാ ഉള്ളത്, എന്തിനാ പോയത്? നിന്റെ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്വമുണ്ടല്ലോ. എടാ ആകാശ്, വേണ്ട. അല്ല കിഷോർ, ഞാൻ പറഞ്ഞതാ. നിന്റെ വീട്ടുകാർ ഉറപ്പിച്ച ബന്ധമല്ലേ, പിന്നെ നിനക്കതിന് സമ്മതിച്ചുകൂടെ? നിന്റെ ഉപദേശം കിട്ടാനില്ല. ഇനി എങ്ങനെ അവളെ കണ്ടുപിടിക്കാം എന്നുള്ള ആലോചിക്ക്. ഞാൻ ചുമ്മാ പറഞ്ഞതാടാ. നമുക്ക് കണ്ടുപിടിക്കാം അവളെ. പോട്ടെടാ, സാരമില്ല. അവളെ നമുക്ക് കണ്ടുപിടിക്കാം. അവൻ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ലല്ലോ. മോളെ മായ. എന്താ അമ്മേ? എന്താ നിന്റെ മുഖം മാറിയിരിക്കുന്നല്ലോ? ഒന്നുമില്ല. മോളെ മായ, എന്താണെങ്കിലും പറ. അത് പിന്നെ ഞാൻ കിഷോറിനെ വിളിച്ചിരുന്നു. ആണോ? എന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? അവൻ എവിടെയാ ഉള്ളത്? എന്തെങ്കിലും പറഞ്ഞോ? അവൻ ആകാശിന്റെ വീട്ടിലുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പോഴാണ് ആശ്വാസമായത്. അതല്ലമ്മേ. എന്താ പ്രശ്നം? ഞാൻ ആകാശിന്റെ
എന്റെ അടുത്ത് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ ബാത്റൂമിലാ എന്നാ പറഞ്ഞത്. അവൻ ബാത്റൂമിലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അല്ലമ്മേ, എനിക്ക് ആ പാർസലിൽ എന്തോ കള്ളക്കളിയുള്ളത് പോലെ തോന്നി. ആ സ്നേഹ ഇവിടേക്ക് എത്തിയിക്കോ? അറിയില്ല. അവൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്റെ ദൈവമേ, എന്നെ ചതിക്കല്ലേ. അവളിങ് എത്തിയാൽ മതിയായിരുന്നു. എന്തെങ്കിലും കാരണമുണ്ടാക്കി അവളെയും അമ്മയെയും ഇവിടുന്ന് പറഞ്ഞയക്കണം. അല്ലാത്ത പക്ഷം എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചേ പറ്റൂ. ഈ കുട്ടി കുറെ നേരമായാലും പോയിട്ട് ഇതെന്താ എത്താത്തത്? ദേഷ്യപ്പെടാതെ മയത്തിൽ ചോദിക്കാം. ശോഭ, എന്താ? അല്ല, സ്നേഹ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. എനിക്കൊരു കോഫി വേണമായിരുന്നു. അയ്യോ, അവൾ മാർക്കറ്റിൽ പോയിരിക്കുകയാ. ഇതുവരെ എത്തിയില്ല. എത്തിയില്ലെന്നോ? അതെന്താ ഇത്ര താമസിക്കുന്നത്? അറിയില്ല, ഞാൻ ഇട്ട് തരാം കോഫി. വേണ്ട, അവൾ വന്നിട്ടിട്ടാൽ മതി. അമ്മേ, അതാ അവൾ വന്നു എന്നാ തോന്നുന്നത്. ആശ്വാസമായി. നീ എന്താ ഇത്ര താമസിച്ചത്? അത് തന്നെ, എന്താ ഇത്ര താമസിച്ചത്? റോഡ് മുഴുവനും ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. നീ എന്നാൽ എനിക്കൊരു കോഫി ഇട്. ശരി മേഡം, ഞാൻ ഇട്ടിട്ട് വരാം. അമ്മേ, അമ്മ ജോലി എടുത്ത് തന്നോ? ഏയ് ഇല്ല മോളെ. മോൾ ജോലിയൊക്കെ തീർത്തല്ലേ പോയത്? അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. മോളെ, നീ ടെൻഷൻ അടിക്കണ്ട, അവളിങ് എത്തിയേക്ക്. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അമ്മേ, ഞാൻ പറയുകയായിരുന്നു, അവര് രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്തണം. അവരിവിടെയുണ്ടെങ്കിൽ നമുക്കൊരു മനസമാധാനവും ഉണ്ടാവില്ല. അത് നീ പറഞ്ഞത് ശരിയാണ്. എന്തെങ്കിലും വഴി കണ്ടെത്തി അമ്മയെയും മകളെയും ഇവിടുന്ന് തുരത്തണം. അതിനുള്ള വഴി എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ.